blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ എന്ന് ഉള്ളിൽ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് രണ്ടാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഏരിയൽ ഗ്രേസ് എന്ന മോൾക്ക് വേണ്ടി, അവളുടെ ജന്മദിനം ഇന്നായതുകൊണ്ട് നമുക്ക് ചേർന്ന് പാരൻസിനോട് ചേർന്ന് ആ മോളെ നമുക്ക് ബ്ലെസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഏരിയൽ ഗ്രേസിനായി പ്രാർത്ഥിക്കുന്നു. ഫാദർ, വി റിലീസ് all birthday blessings upon her life, oh Father. All the heavenly blessings may come upon her life. Father, we release your blessings, physical, material, emotional, social, spiritual blessings upon her life, oh Father. അങ്ങയുടെ നാമത്തിൽ ആ മോളെ ഞങ്ങൾ ഈ സമയത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ആ കുഞ്ഞിൻ്റെ പാരൻസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസ്റ്റർ ആൻഡ് മിസ്സസ് നയനനെ ഞങ്ങൾ ഈ സമയത്ത് ബ്ലെസ് ചെയ്യുന്നു. And we also, Father, we offer thanksgiving to you along with them for all the blessings that they have received, oh Father. കർത്താവെ, തിരുനാമത്തിൽ ആ കപ്പിളിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അപ്പോൾ തന്നെ കർത്താവെ, മിസ്സസ് നയനൻ്റെ ബ്രദറുടെ വിവാഹത്തിനായി ഞങ്ങൾ ഈ സമയത്ത് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എത്രയും വേഗം കർത്താവെ ആ വിവാഹം നടക്കട്ടെ. മാത്രമല്ല, ദ എൻറ്റയർ ഫാമിലിയെ ഞങ്ങൾ ഈ സമയത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Many happy returns of the day, Ariel Grace. May God bless you. അതോട് ചേർന്ന് അടുത്ത സ്പോൺസർക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് റിക്കി വർഗീസിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എസ്പെഷ്യലി ഫാദർ, വി ബ്ലെസ് ഹിസ് സ്പിരിച്വൽ ഗ്രോത്ത്, ഹിസ് വാക്ക് വിത്ത് ദ ലോർഡ്. അങ്ങയുടെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വി പ്രേ ഫോർ ഹിസ് എഡ്യൂക്കേഷൻ, for his health and future, of Father. എല്ലാ നിലകളിലുമുള്ള ഹെവൻലി ബ്ലെസ്സിങ്സ് കർത്താവെ, ഈ കർത്താവ് നിൻ്റെ മകൻ്റെ മേൽ അങ്ങ് പകരുന്നതിനാൽ നന്ദി പറയും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സോ മച്ച് മിസ്റ്റർ ആൻഡ് മിസ്സസ് നയനൻ ആൻഡ് റിക്കി വർഗീസ് for sponsoring today's episode. May God bless you all. തുടർന്ന് നമ്മൾ ഇന്നത്തെ മിറക്കിൾസ് ടുഡേയിലേക്ക് പോവുകയാണ്. മിക്കവാറും എല്ലാ ദിവസവും നിങ്ങൾ മിറക്കിൾസ് ടുഡേ കാണുന്നുണ്ട്. യേശു ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിനെ നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും ഹീസ് എവരിവേ. ഹീസ് ദ റിസൺ ലോർഡ്. ഉയർത്തെഴുന്നേറ്റ യേശു. മത്തായി സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ അവസാനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇതാ ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ആ യേശു ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. ഇത് വാച്ച് ചെയ്യുമ്പോൾ ഉള്ളിൽ വിശ്വസിക്കുക, നിങ്ങൾക്ക് വേണ്ടിയും യേശു ഒരത്ഭുതം ചെയ്യും. രോഗസൗഖ്യം തരും, വിടുതലുകൾ തരും, പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി നൽകും. വിശ്വാസം അകത്ത് ഒരു വലിയ റോക്കറ്റ് പോലെ കുതിച്ചു വരട്ടെ. വിശ്വസിക്കുന്നവന് സകലതും സാധ്യമെന്ന് ദൈവത്തിൻ്റെ വചനമുണ്ട്. അതുപോലെ തന്നെ ജനുവരിയിൽ ഈ സഹോദരിയുടെ നടു ഒന്ന് മിന്നി.
ഒത്തിരി ഡോക്ടേഴ്സിനെ കണ്ടു, ഒത്തിരി മരുന്നുകൾ കഴിച്ചു. ഏത് ഇയറിൽ? ഈ കഴിഞ്ഞ ജനുവരിയിൽ ജനുവരി മാസം 12-ാം തീയതി സഹോദരൻ നടുമിനിയിട്ട് ഡോക്ടറെ അടുത്ത് പോയി. ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല, കസേരയിൽ ഇരിക്കാൻ പറ്റില്ല, എഴുന്നേൽക്കാൻ പറ്റില്ല, ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല, വീട്ടിലെ ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്തവണ്ണം വലിയ വേദനയായിരുന്നു. പല പ്രാവശ്യം ഡോക്ടറെ അടുത്ത് ചെന്നു. ഡോക്ടർ ഇഞ്ചക്ഷൻ കൊടുക്കും, വേദനയ്ക്കുള്ള മരുന്ന് കൊടുക്കും എന്നല്ലാതെ ഇതിന് എന്താണ് പ്രതിവിധി എന്നുള്ളത്, എന്താണ് രോഗം എന്നുള്ളത് ഡോക്ടർ പറഞ്ഞില്ലായിരുന്നു. തുടരെ ഡോക്ടറെ അടുത്ത് ചെല്ലുന്നതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, ഇത് നടുമിന്നിയതല്ല, ഒരുപക്ഷെ ഡിസ്കിന് തെറ്റൽ വീണതായിരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കഴിഞ്ഞ മാർച്ച് 12-ാം തീയതി വീണ്ടും ഡോക്ടർ അടുത്ത് ഡോക്ടർ പറഞ്ഞു MRI സ്കാൻ ചെയ്യണം, ചെയ്ത് നോക്കിയാലാണ് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. MRI സ്കാൻ ചെയ്യാനോ അല്ലെങ്കിൽ അതുപോലെ ഒരു ചികിത്സയ്ക്ക് പോകാനുള്ള പണമില്ലാത്തത് കൊണ്ട് ഈ സഹോദരന്റെ ഭർത്താവ് സെബാസ്റ്റ്യൻ ഒരു കൂലിപ്പണിയാണ് ചെയ്യുന്നത്. സാമ്പത്തികമായിട്ട് ഞെരുങ്ങുന്നത് കൊണ്ട് MRI സ്കാനിന് പോയില്ല. എങ്കിലും സഹോദരൻ പറഞ്ഞു, നമുക്ക് MRI സ്കാൻ ചെയ്യണം, ചെയ്താലേ നമുക്കിത് അറിയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. നിരന്തരമായിട്ട് നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണുന്ന കുടുംബമാണ്. മാർച്ച് മാസം ഈ 12-ാം തീയതി ആയപ്പോൾ സഹോദരി ഇവിടെ വിളിച്ചു പറഞ്ഞു, ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഇവിടെ വിളിച്ചു പറഞ്ഞു, പ്രാർത്ഥിച്ചു. എനിക്ക് MRI സ്കാൻ ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഇവിടെ വിളിച്ചു പറഞ്ഞപ്പോൾ ഇവിടുത്തെ സഹോദരിമാർ പ്രാർത്ഥിച്ചു. അതുകൂടാതെ 15-ാം തീയതി ആയപ്പോൾ, 15-ാം തീയതി വെള്ളിയാഴ്ചയായിരുന്നു, ശനിയാഴ്ചയായിരുന്നു MRI സ്കാനിന് വേണ്ടിയിട്ട് ഒരു അപ്പോയിൻമെന്റ് എടുത്തിരുന്ന ദിവസം. അതുകൊണ്ട് സഹോദരൻ ഭർത്താവ് പറഞ്ഞു, നാളെയാണ് നമുക്ക് MRI സ്കാൻ എടുക്കേണ്ടത്, അതുകൊണ്ട് നാളെ MRI സ്കാന് വേണ്ടിയിട്ട് പോകണമെന്ന് പറഞ്ഞു. സഹോദരി പറഞ്ഞു, പോകാൻ വരട്ടെ. നമ്മുടെ ദൈവദാസൻ ഇന്ന് സന്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കർത്താവ് എൻ്റെ രോഗം സൗഖ്യമാക്കുമെന്ന് ഈ സഹോദരനെ വിശ്വസിച്ചു. അങ്ങനെ അന്ന് വിളിച്ചു പറയാണ്. അന്നത്തെ വെള്ളിയാഴ്ചത്തെ 15-ാം തീയതി വെള്ളിയാഴ്ചത്തെ സന്ദേശം കഴിഞ്ഞപ്പോൾ തന്നെ ദൈവദാസൻ TV-യിലൂടെ പറയാണ്, ഡിസ്കിന് തെറ്റൽ വീണിട്ട് ആ ദിവസം തന്നെ ഈ സഹോദരി അത് കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എന്റെ കർത്താവ് എന്ന് സൗഖ്യമാക്കുമെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നേ. ഡിസ്കിന് തെറ്റൽ വീണിട്ട് നിവർന്നു നിൽക്കാനോ ഇരിക്കാനോ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു വ്യക്തിയെ യേശു തൊടുന്നു, ഇന്ന് സൗഖ്യമാകുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ആ നിമിഷത്തിൽ ഈ സഹോദരി പറഞ്ഞു, എനിക്കൊരു ഷോക്ക് ഏറ്റതുപോലെ ഞാൻ തരിച്ചു നിന്നുപോയി. എനിക്കറിയില്ല ഞാൻ എത്ര സമയം അങ്ങനെ നിന്നെന്ന്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഭർത്താവും എൻ്റെ മകളും വന്ന് എന്നെ പിടിച്ചു നിൽക്കുന്നത് ഞാൻ കാണുന്നത്. വീടിനകത്ത് നടക്കുക. അന്ന് മുതൽ 4 മാസമായിട്ട് ഇതുവരെ ഒരു പ്രശ്നമില്ല. പിറ്റേ ദിവസം അന്ന് മുതൽ തന്നെ ജോലികൾ ചെയ്യാൻ തുടങ്ങി. പലരും പറഞ്ഞു, നീ സൂത്രം കൊണ്ട് ഓട്ട അടയ്ക്കരുത്, നല്ലൊരു ഡോക്ടറെ പോയി കാണാനായിട്ട്. ഇവൾ പറഞ്ഞു, ഇല്ല, ഞാൻ ഈ സന്ദേശത്തിലൂടെ ഞാൻ കേൾക്കാറുണ്ട്, എൻ്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കുമെന്ന്. എൻ്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കി, ഇനി ഞാൻ ഡോക്ടറെ കാണുന്നില്ല, എനിക്ക് പൂർണ്ണ ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞ് ആ ദിവസം മുതൽ ഇന്ന് വരെ ഒരു പ്രശ്നവുമില്ല. ഇന്നിപ്പോൾ അവിടെ നിന്ന് ബസ് കയറി ഇവിടെ വരെ വന്നു. ആദ്യമായിട്ട് വരുന്നു. കർത്താവ് കൊടുത്ത ഈ വിടുതലിനായി നന്ദി കർത്താവേ. ഇത് നിലനിൽക്കട്ടെ, ഇത് അനേകരുടെ വിശ്വാസത്തിന് ഒരു കാരണമായി മാറട്ടെ. ജീസസ് നെയിം ആമേൻ. ഇനി നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് പോകാം. ഇന്നലെ നാം കേട്ട ഫിലിപ്പിയ ലേഖന പഠന പരമ്പരയിലെ അതിൻ്റെ തുടർച്ചയായ ഭാഗമാണ് ഇന്ന്. കൃത്യമായി ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾ കുറിച്ചെടുക്കണം. ബൈബിൾ എടുക്കുക, നോട്ട്ബുക്ക് എടുക്കുക, പേന എടുക്കുക, അത് കുറിക്കുക. അതിലൂടെ ഈ പഠനത്തിലൂടെ ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. First Corinthians chapter 15 verse number 10. ഇനി 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനത്തിലേക്ക് വന്നാൽ, But by the grace of God I am what I am, and his grace to me was not without effect. No, I worked harder than all of them. Not I, but the grace of God that was with me. 10-ാമത്തെ വചനം, എന്നാൽ ഞാൻ ആയിരിക്കുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവിടുത്തെ കൃപ നിഷ്ഫലമായില്ല. ഞാൻ അവരെല്ലാവരെക്കാളും അധികം അധ്വാനിച്ചു, എങ്കിലും ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. Hallelujah. Hallelujah. Even what we work is by the grace of God. ഓർക്കുക, നാം കർത്താവിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതും ദൈവത്തിന്റെ കൃപയാലാണ്. Hallelujah. Hallelujah. Our ministry is because of the grace of God. നമ്മുടെ ശുശ്രൂഷ എന്നുള്ള ദൈവത്തിന്റെ കൃപയാലുള്ളതാണ്. Healings and miracles by the grace of God. അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ ദൈവകൃപയാൽ സംഭവിക്കുന്നതാണ്. Our prayer life by the grace of God. നമ്മുടെ പ്രാർത്ഥനാ
ജീവിതം ദൈവ കൃപയാലുള്ളതാണ്. Holiness by the grace of God. നമ്മുടെ വിശുദ്ധി എന്നുള്ളത് ദൈവ കൃപയാൽ സംഭവിച്ചിരിക്കുന്നതാണ്. Bible study by the grace of God. ഈ ദൈവവചന പഠനം എന്നുള്ളതും ദൈവത്തിന്റെ കൃപയാലുള്ളതാണ്. Everything is by the grace of God. എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ കൃപയാൽ സംഭവിക്കുന്ന കാര്യമാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാൽ Everybody shout by grace. എല്ലാവരും കൈകൾ ഉയർത്തി ഉറക്കെ പറയാമോ? കൃപ. Hallelujah. ഹല്ലേലൂയ. So after getting salvation, രക്ഷ നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ we should be very active. നാം വളരെയധികം പ്രവർത്തിക്കുന്നവരായി മാറണം. Hallelujah. ഹല്ലേലൂയ. Now verse number 13. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനത്തിലേക്ക് വന്നാലും For it is God who works in us to will and to act according to his good purposes. തന്റെ പ്രസാദ പ്രകാരം ഇച്ഛിക്കുവാനും പ്രവർത്തിക്കുവാനും ദൈവമാണല്ലോ നിങ്ങളിൽ വ്യാപരിക്കുന്നത്. Again another very important thing. ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വന്നിരിക്കുകയാണ്. Paul says it is God who works in us to will and to act. അവിടെ പൗലോസ് എഴുതിയിരിക്കുകയാണ് തന്റെ പ്രസാദ പ്രകാരം, ദൈവം തന്റെ പ്രസാദ പ്രകാരം ഇച്ഛിക്കുവാനും പ്രവർത്തിക്കുവാനും ദൈവം നമ്മളിൽ വ്യാപരിക്കുന്നു. Meaning even the works that we do, God is doing in us. ഓർക്കുക, അതിന്റെ അർത്ഥം ഇതാണ്, നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും സത്യത്തിൽ ദൈവമാണ് നമ്മിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. When Jesus was here on earth, യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് many times Jesus said in Gospel of John, യോഹന്നാന്റെ സുവിശേഷത്തിൽ പല പ്രാവശ്യം യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, the works that I am doing, I am not doing, but my Father is working it through me. ഞാൻ ഇവിടെ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ എന്നുള്ളത് ഞാൻ തനിയെ ചെയ്യുന്നതല്ല, എൻ്റെ പിതാവ് എന്നിലൂടെ പ്രവർത്തിക്കുന്നതാണെന്ന് പലവട്ടം യേശു പറഞ്ഞിട്ടുണ്ട്. Hello. This is the way we should also minister. അതുകൊണ്ട് നാം ശുശ്രൂഷിക്കുമ്പോഴും ഇതുപോലെ ആയിരിക്കണം ശുശ്രൂഷിക്കേണ്ടത്. Even the desires, good desires that we have is not from us, it is from the Father. ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ മനുഷ്യ നന്മയ്ക്കോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടുള്ള നല്ല ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതൊരിക്കലും നമ്മിൽ നിന്ന്, മനുഷ്യത്വത്തിൽ നിന്ന് പുറത്തു വരുന്നതല്ല, അത് ദൈവത്തിൽ നിന്ന് നമ്മളിൽ ലഭിച്ചിട്ടുള്ള കഴിവാണത്. Hallelujah. Hallelujah. So if you are a child of God, നിങ്ങൾ ഒരു ദൈവ പൈതലാണെങ്കിൽ every day the Holy Spirit will bring good desires into your heart. ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നല്ല ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് നൽകും. Listen to me. ദയവായി ശ്രദ്ധിച്ചാലും In the morning you wake up, രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുന്നു, the Holy Spirit is giving a desire to pray. രാവിലെ തന്നെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുവാനുള്ള ഒരു നല്ല ആഗ്രഹത്തെ നിങ്ങൾക്ക് നൽകുന്നു. Hello. Do you get that? നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടോ? Where is that desire coming from? എവിടെ നിന്നാണ് ഈ പ്രാർത്ഥിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായത്? From God. ദൈവത്തിൽ നിന്ന്. So you go to your prayer room. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനാ മുറിയിലേക്ക് പോകുന്നു. Then you start praying. നിങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. Who is praying? ആരാണ് പ്രാർത്ഥിക്കുന്നത്? The Holy Spirit. പരിശുദ്ധാത്മാവാണ്. Romans 8:26. റോമർക്ക് എഴുതിയ ലേഖനം 8:26 പറയുന്നു, It is He who is the Holy Spirit is praying through us. അവിടെ നാം വായിക്കുന്ന ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവ് അവൻ നമ്മുടെ ആത്മാവോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. Hello. Every good desire is coming from God. ഓർക്കുക, എല്ലാ നല്ല ആഗ്രഹങ്ങളും അത് ദൈവത്തിൽ നിന്നാണ് വരുന്നത്. If you keep on rejecting the promptings from the Lord, the good desires from the Lord, one day that voice will stop. ഇത്തരത്തിലുള്ള ഈ ശബ്ദങ്ങൾ ദൈവാത്മാവ് നമ്മെ കേൾപ്പിക്കുന്നത്, നാം അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടിരുന്നാൽ കുറേ പ്രാവശ്യം ഇത് പറയും, പിന്നീട് ഒരു ദിവസം ഈ കേൾക്കുന്ന ഈ പറയുന്ന ശബ്ദം അങ്ങ് നിൽക്കും. Every morning the Holy Spirit will invite you to pray. ഓരോ ദിവസവും രാവിലെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും. Not only in the morning, many times the Holy Spirit will ask you to pray. രാവിലെ മാത്രമല്ല, ഇടയ്ക്കുള്ള സമയങ്ങളിലെല്ലാം ദൈവാത്മാവ് നിങ്ങളെ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാം. But if you don't mind, പക്ഷെ നിങ്ങൾ അത് തിരിച്ചറിയുന്നില്ലെങ്കിൽ, one day
the voice will stop. ഒരു ദിവസം ആ ശബ്ദം ഇങ്ങനെ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളത് പിന്നെ കേൾക്കാതെ, And you will become a perfect prayerless man or woman. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥനയില്ലാത്ത തികഞ്ഞ ഒരു പുരുഷൻ. This is what Paul says. Every good desire is coming from God, and every good work God is working through you. അതുകൊണ്ടാണ് പൗലോസ് പറയുന്ന എല്ലാ നല്ല ആഗ്രഹങ്ങളും ദൈവത്തിൽ നിന്നാണ് നിങ്ങളിൽ ഉരുവാകുന്നത്. നിങ്ങളിൽ ആഗ്രഹത്തോടെ നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് ദൈവത്താലാണ് നിങ്ങളിൽ പ്രവർത്തിക്കപ്പെടുന്നത്. So what is our part? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭാഗം ഇതിനകത്ത് എന്താണ്? Our part is to be sensitive to the voice of the Holy Spirit. നമ്മുടെ ഭാഗം എന്നുള്ളത് പരിശുദ്ധാത്മാവിന്റെ ഈ ശബ്ദത്തെ തിരിച്ചറിയുന്ന രീതിയിൽ നാം ആയിത്തീരണം. Hallelujah. Hallelujah. Always give ear to the voice of God. എല്ലായ്പ്പോഴും നമ്മുടെ ചെവികൾ ദൈവ ശബ്ദത്തിലേക്ക് ചാഞ്ഞിരിക്കണം. Some people say God spoke to me. ചില ആളുകൾ പറയാറുണ്ട് ദൈവം എന്നോട് സംസാരിച്ചു. How does God speak usually? എങ്ങനെയാണ് ദൈവം സാധാരണയായി മനുഷ്യരോട് സംസാരിക്കുന്നത്? Not in a thunderous voice. അവൻ ഒരിക്കലും ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തോടെ വന്നിട്ടല്ല. If God speak like that, he will die. അങ്ങനെ എങ്ങാനും ആരോടെങ്കിലും വന്ന് ദൈവം സംസാരിച്ചാൽ ആ ആള് ചത്തുപോകും. Funeral. അവന്റെ ശവസംസ്കാരം നടത്തേണ്ടി വരും. If you go to heaven, നിങ്ങൾ സ്വർഗ്ഗത്തിൽ ചെന്നാൽ, the Bible says in the book of Revelations, when the Father spoke, it was like a great thunder. അവിടെ നാം വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നത് സ്വർഗ്ഗത്തിൽ പിതാവ് സംസാരിച്ചപ്പോൾ ഇടിമുഴക്കമായി അവിടെ പ്രതിധ്വനിച്ചു എന്ന്. But today God speaks to our hearts through the Holy Spirit in a very soft, still, small voice. എന്നാൽ ഇന്ന് നമ്മോട് ദൈവം സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ വളരെ മൃദുലമായി, വളരെ ലളിതമായി നമ്മുടെ ഹൃദയത്തിലൂടെയാണ് അവൻ സംസാരിക്കുന്നത്. We should be listening to the voice of the Holy Spirit. അതുകൊണ്ട് നാം ദൈവ ശബ്ദത്തിന് മുൻപാകെ നമ്മുടെ ശ്രദ്ധയെ നാം എപ്പോഴും ഏകാഗ്രമാക്കേണ്ടവരാണ്. Now we are going to read 14 through 18. ഇനിയിപ്പോൾ നാം 14 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ വേഗത്തിൽ വായിക്കാൻ പോകുകയാണ്. This is mainly about how you can work out your salvation. ഈ 14 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ പ്രധാനമായിട്ടും എങ്ങനെയാണ് രക്ഷയ്ക്ക് വേണ്ടി ഒരു വ്യക്തി പ്രവർത്തിക്കേണ്ടത് എന്നതിന്റെ വിവിധ വശങ്ങളെ കുറിച്ചാണ്. I am going to give you 7 ways through which you can work out your salvation. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള 7 വഴികളെ ഞാൻ ഇപ്പോൾ ഇവിടെ പഠിപ്പിച്ചു തരാൻ പോകുകയാണ്. 15. So that you may become blameless and pure, children of God without fault in a crooked and depraved generation in which you shine like stars in the universe. 14-15 വചനങ്ങൾ ഒരുമിച്ച് കിടക്കുന്നതുകൊണ്ട് നാം ചേർന്ന് വായിക്കാൻ പോകുകയാണ്. വക്രവും വഴിപിഴച്ചതുമായ തലമുറയിൽ നിഷ്കളങ്കരും നിർമ്മലരും കുറ്റമറ്റവരുമായ ദൈവമക്കളായി തീരേണ്ടതിന് നിങ്ങൾ എല്ലാ പിറുവിറുപ്പും വാഗ്വാദവും കൂടാതെ ചെയ്യുവിൻ. 15-ാമത്തെ വചനം, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുന്നു. As you hold out the word of life, in order that I may boast on the day of Christ that I did not run or labor for nothing, but even if I am being poured out like a drink offering on the sacrifice and service coming from your faith, I am glad and rejoice with all of you. So you too should be glad and rejoice with me. 16-ാമത്തെ വചനം ചേർന്ന് വായിക്കാമോ? അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായിട്ടില്ലെന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസിക്കുവാനിടയാകും. 17-ാമത്തെ വചനം, നിങ്ങളുടെ വിശ്വാസം എന്ന യാഗത്തിന്റെയും ശുശ്രൂഷയുടെ മേൽ ഒരു പാനീയ യാഗമായി എന്നെ തന്നെ അർപ്പിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങൾ എല്ലാവരോടും കൂടെ സന്തോഷിക്കും. 18-ാമത്തെ വചനം, അങ്ങനെ നിങ്ങളും സന്തോഷിക്കുവിൻ, എന്നോടുകൂടെ സന്തോഷിക്കുവിൻ. Amen. Amen. So 7 ways through which you can work out. Number 1. 7 വഴികളിലൂടെ കർത്താവിന് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ഒന്നാമത്തെ വഴി, Number 1, live in obedience. From verse number 12. 12-ാമത്തെ വചനത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അനുസരണത്തിൽ ജീവിക്കുക. Work number 2. രണ്ടാമത്തെ
മൂന്നാമത്തെ പ്രവൃത്തിക്ക് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ കാര്യം, live with fear and trembling. ഭയത്തോടും വിറയലോടും കൂടെ ജീവിക്കുക. If you lose the fear of God, you live a lawless life. ഓർക്കുക, ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിലെ ദൈവഭയം നഷ്ടപ്പെട്ടാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവഭയം നഷ്ടപ്പെട്ടാൽ ദൈവപ്രമാണത്തിന് വിരുദ്ധമായ എന്തും ചെയ്യും. Number 3, live without complaining and arguing. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള മൂന്നാമത്തെ കാര്യം ഇതാണ്, പിറുപിറുപ്പും വാഗ്വാദവും കൂടാതെ ജീവിപ്പിൻ. If you go to kitchens in Kerala, കേരളത്തിലെ അടുക്കളയിലേക്ക് നിങ്ങൾ ചെന്നാൽ from morning 5:30 you can hear a sound from വീട്ടമ്മ. വീട്ടമ്മമാർ 5:30 മണി മുതൽ വീട്ടമ്മമാരുടെ ശബ്ദം അടുക്കളയിൽ നിന്ന് ഉയരുന്നത് നിങ്ങൾക്ക് കേൾക്കാം. കെട്ടിക്കൊണ്ടുവന്ന കാലം മുതൽ ഞാൻ ദൂരമായി എത്ര പ്രാവശ്യം ആർക്കും എന്നെ സഹായിക്കാൻ ദൈവം പോലെ ഇരിക്കുന്നത്. Paul says, live without complaining and murmuring. പൗലോസ് പറയുകയാണ്, പിറുപിറുപ്പും വാഗ്വാദവും കൂടാതെ രക്ഷയ്ക്ക് വേണ്ടി ജീവിപ്പിൻ. Work number 4, നാലാമത് രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. live blameless and pure. അവിടെ നാം കാണുന്നത് നിഷ്കളങ്കരും നിർമ്മലരും കുറ്റമറ്റവരുമായി ജീവിപ്പിൻ. Work number 5, അഞ്ചാമത്തെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവൃത്തി, live as stars of Jesus. യേശുവിന്റെ നക്ഷത്രങ്ങളെ പോലെ ജീവിപ്പിൻ. Work number 6, ആറാമത്തെ പ്രവൃത്തി, live holding out the word of life. ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പിൻ. Work number 7, ഇനി ഏഴാമത്തെ അവസാനത്തെ കാര്യം, live in sacrificial labor. അവിടെ നാം കാണുന്നത് ത്യാഗപരമായി അധ്വാനിച്ച് ജീവിക്കുക. ഇന്ന് കൊല്ലത്ത് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വീണ്ടും വരികയാണ്. ടീമായി ഞങ്ങൾ വരുന്നു. സി യു ആർ ഓൾ വെൽക്കം. അടുത്തും അകലെയുമുള്ളവരെല്ലാം വന്നു ചേർന്ന് ഇന്ന് നമുക്ക് ഒരുമിച്ച് യേശുവിൽ നിന്നും വിടുതലുകളും അനുഗ്രഹങ്ങളും പ്രാപിക്കാൻ കഴിയും. നാളെ റാന്നിയിലാണ്. കർത്താവ് അവിടെയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ഓരോ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലും കർത്താവ് ചെയ്തിട്ടുള്ള അത്ഭുതങ്ങൾ നമുക്ക് എണ്ണിക്കൂടാനാവാത്തതാണ്. യോഹന്നാൻ്റെ സുവിശേഷം അവസാന ഭാഗത്ത് അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത്, യേശു ചെയ്ത അത്ഭുതങ്ങൾ എല്ലാം നമ്മൾ എഴുതിയാൽ ആ പുസ്തകങ്ങൾ ഈ ലോകത്തിൽ പോലും കൊള്ളുകയില്ല. അത്രത്തോളം എണ്ണമറ്റ അത്ഭുതങ്ങളാണ് യേശു കർത്താവ് ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒത്തിരി പേരുണ്ട്, വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒത്തിരി പേരുണ്ട്, സംശയിക്കുന്നവരുണ്ട്, പരിഹസിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, യേശു കർത്താവ് പറയുന്നത്, രോഗിക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട്, ഒരു ഡോക്ടറെ കൊണ്ട് ആവശ്യമില്ല. പ്രശ്നങ്ങളുള്ളവർക്ക്, രോഗങ്ങളുള്ളവർക്ക്, പാപിയാണെന്ന് ബോധ്യമുള്ളവർക്ക് ഒരു സൗഖ്യദാതാവിനെ അല്ലെങ്കിൽ ഒരു രക്ഷിതാവിനെ ആവശ്യമുണ്ട്. ആ ബോധ്യം വരുന്നവർ വാസ്തവത്തിൽ ഭാഗ്യവാന്മാരാണ്. ആൻഡ് യു ആർ ഓൾ വെൽക്കം. അവിടെ വരുന്നവർ പ്രത്യേകിച്ച് ഓർക്കുക, നമ്മുടെ ആശിഷമാരി എന്നുള്ള പ്രസിദ്ധീകരണം എൻ്റെ പ്രാർത്ഥന ഡയറി ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അവിടെ കരസ്ഥമാക്കാൻ അവസരമുണ്ടായിരിക്കും. എന്നാൽ തപാൽ മാർഗം ആവശ്യമുള്ളവർക്ക് ഫോണിൽ ബന്ധപ്പെടാവുന്നതാണ്. കർത്താവ് നിങ്ങളെ ഇതിലൂടെ എല്ലാം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവെ, ഇന്നത്തെ ഈ എപ്പിസോഡ് കാണുന്ന ഓരോരുത്തർക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ക്ഷയരോഗം, TB സൗഖ്യമാകട്ടെ. ഹെപ്പറ്റൈറ്റിസ് B സൗഖ്യമാകട്ടെ. വിവിധ രീതിയിലുള്ള രക്തത്തിലുള്ള പ്രയാസങ്ങൾ സൗഖ്യമാകട്ടെ. വിവിധ ക്യാൻസറുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാൽപാദത്തിൽ മുറിവും അതുപോലെ വ്രണവും നീരുമുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. കാൽമുട്ടുകൾ സൗഖ്യമാകട്ടെ. കുടലിനകത്തുള്ള അൾസറുകൾ സൗഖ്യമാകട്ടെ. പൈൽസ് രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹെർണിയ സൗഖ്യമാകട്ടെ. അപ്പൻഡിക്സിന് തകരാറുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. ഹാർട്ടിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. മൈഗ്രെയിൻ, സൈനസൈറ്റിസ്, തലവേദനകൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അലർജികൾ മാറിപ്പോകട്ടെ. കിഡ്നികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ.
നിങ്ങളുടെ രോഗം എന്തായിരുന്നാലും ഈ സമയത്ത് വിശ്വസിക്കുക. ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി വിശ്വാസത്താൽ നിങ്ങളുടെ സൗഖ്യത്തെ സ്വീകരിക്കുക. എന്നോട് ചേർന്ന് ഇങ്ങനെ പറയുക, യേശുവിൻ്റെ അടിപ്പിണരുകളാൽ ഞാനിപ്പോൾ സൗഖ്യം സ്വീകരിക്കുന്നു. അത് ആവർത്തിച്ച് പറയുക. കർത്താവെ, വലിയ സൗഖ്യങ്ങൾ എല്ലാവർക്കും കർത്താവ് കൊടുക്കുന്നതിനാൽ നന്ദി പറയും. അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ നമുക്ക് വീണ്ടും കാണാം. അടുത്ത തിങ്കളാഴ്ച വീണ്ടും ബ്ലെസ്സിങ് ടുഡേയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് ന്യൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്: വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേൽ ദൈവത്തെ വിളിക്കുന്നത് എങ്ങനെ? വാട്ട് ദ റെഡീംഡ് ഇസ്രായേൽ കോൾ ഗോഡ്? ഓപ്ഷൻസ്: എ ഏലി, ബി റബ്ബി, സി യാഹ്, ഡി ഈസി. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരം അയക്കുന്നവർക്ക് OM ബുക്സ് നൽകുന്ന നല്ല അടിപൊളി സമ്മാനങ്ങൾ ഞങ്ങൾ അയച്ചു തരുന്നതാണ്.